രാവിലത്തെ ഒരു ചായ അതെനിക്ക് നിർബന്ധം കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ ആവാനായിരിക്കും സാധ്യത. മുത്തശ്ശിമാർക്കും അത് അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ അതൊരു വിത്തൗട്ട് ആവണമെന്നേ ഉള്ളൂ. നമ്മുടെ സഞ്ജൂട്ടിക്ക് രാവിലെ തന്നെ എന്തോ ഛർദിയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ ഒരു മരത്തിൽ ഒരുപാട് ചക്കകളുണ്ട്. പക്ഷെ അതിലാകെ തിന്നാൻ കിട്ടുന്ന ചക്ക 2-3 അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ഇന്നത്തെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബോബിക്കുട്ടി എണീറ്റില്ല, നല്ല ഉറക്കത്തിലാണ്. നമ്മുടെ വീട്ടിലെ ബാത്റൂമിൻ്റെ പണി ഒരു 80% കഴിഞ്ഞിട്ടുണ്ട്. ദുഃഖത്തോടു കൂടെയുള്ള ഒരു വെള്ളിയാഴ്ചയും കൂടിയാണെന്ന്. പോകുന്ന വഴിക്ക് ഒരു ആനയും കുട്ടിയും കണ്ടു കേട്ടോ. ഇനി അങ്ങോട്ട് ഡെയിലി അങ്ങനെ ആനേനെ കാണാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഞാൻ തിരുനെല്ലിയിലെത്തി. നോക്കുമ്പോൾ ബ്ലോക്കാണ്. എന്താ സംഭവം എന്ന് നോക്കുമ്പോഴാണ് ഒരു ടൂറിസ്റ്റ് ബസ് മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവർക്ക് തിരിക്കാൻ പറ്റാണ്ട് അവിടെ കുടുങ്ങിപ്പോയതാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പായസ കച്ചവടം കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ പായസ കച്ചവടത്തിൻ്റെ കുറേ ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പായസം കുടിക്കുന്നവരൊക്കെ നമ്മുടെ മുൻപരിചയക്കാരാട്ടോ. പിന്നെ ഒരുപാട് കുട്ടി ഫോളോവേഴ്സൊക്കെ ഉണ്ട് നമുക്ക്. യൂട്യൂബ് ചേട്ടനെ കാണാൻ ഭയങ്കര ആഗ്രഹം. രാവിലെ ഒരു ചായയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു 10 മണിയായപ്പോഴത്തേക്കും ഞാൻ പോയിട്ടൊരു മസാല ദോശ കഴിച്ചായിരുന്നു കേട്ടോ. മസാല ദോശയൊക്കെ കഴിച്ചു വരുമ്പോൾ നല്ല തിരക്കായിരുന്നു. പാച്ചു എൻ്റെ കൂടെ വരുന്നതുകൊണ്ട് എനിക്കൊരു സഹായം കൂടിയാണ്. നമ്മുടെ വീഡിയോ കണ്ട് പരിചയപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരെ എല്ലാവരും ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പായസ കച്ചവടം കഴിഞ്ഞിട്ടുണ്ട്. പ്രകാശിട്ടുണ്ട് ഭയം പറഞ്ഞ് നേരെ കാട്ടിക്കുളം ടൗണിലേക്ക്. അവിടുന്ന് കുറച്ച് സാധന സാമഗ്രികളൊക്കെ മേടിച്ച് ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് കേട്ടോ. കാട് കാണാൻ നല്ല ഭംഗിയപ്പം. അങ്ങനെ വൈകുന്നേരം ടൈമിൽ കുറച്ച് കാഴ്ചകളാട്ടോ. ബേബിയുടെ ഉണങ്ങാനിട്ട തുണികളൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. നമ്മുടെ മുത്തശ്ശിമാർ ഓരോ പണിയിലാണ്. കുട്ടികളൊക്കെ വയലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ബോബിക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട്. ഒരുപാട് കളിക്കൂട്ടുകാരുള്ളതുകൊണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷം.